ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഇതാ കിച്ചണിൽ കയറിയിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന പണി തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള മാവ് നോക്കുകയാണ് കേട്ടോ. അതെന്തായിട്ടുണ്ട്, അത് പൊങ്ങി വന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ തലേ ദിവസം പാലപ്പത്തിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള മാവാണ്. അത് നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സിന് എന്തോ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നിങ്ങളും ഇങ്ങനെയാണോ? ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക. പിന്നെ അതിനുശേഷം ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി മാവൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അതിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മാവ് ആദ്യം തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തലേ ദിവസം മാവ് അരച്ച് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നതെന്ന് പറയണേ കേട്ടോ. രാവിലെ നേരത്തെ തന്നെ കിച്ചണിൽ കയറിയാൽ ആദ്യം തന്നെ ചെയ്യുന്ന പണി ഇതാണോ എന്ന് പറയണേ. ഇനി ഇതാ നമുക്ക് പാലപ്പൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാലപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. പാലപ്പത്തിനോ ദോശക്കോ ഇഡ്ലിക്കോ ഒക്കെ ഉള്ള മാവ് തലേ ദിവസം അരച്ച് വെച്ചിട്ട് അത് രാവിലെ എണീറ്റ് വന്നിട്ട് അത് തുറന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊരു പ്രത്യേക ഫീലാണ് അല്ലേ. അന്നത്തെ ദിവസം ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാൻ എന്തോ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്നൊന്ന് പറയണേ. അങ്ങനെ ഇതാ പാലപ്പൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ് കേട്ടോ അത്. ഇന്ന് ഈ ഒരു പാലപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കുറുമയാണ് റെഡിയാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കുറുമയാണ്. അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ഏലക്കായ, ഒരു 2 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു പീസ് പട്ട, ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് 2 പച്ചമുളകും, ഒരു തണ്ട് കറിവേപ്പിലയും, അതുപോലെ ഒരു വലിയ പൊട്ടാറ്റോ ഇതുപോലെ ഒന്ന് പീസാക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ചിക്കൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കുറുമ. അങ്ങനെ ഇതൊന്ന് ഇവിടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായ, ഒരു പീസ് പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോഴേക്കും കുക്കറൊക്കെ വിസിൽ വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് പോവരുത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവും അതുപോലെ തന്നെ ആ ഒരു ചിക്കൻ കുറുമയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഈ ഒരു ചിക്കൻ കുറുമയിൽ നമ്മൾ കാഷ്യൂ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇന്ന് 2 ആൾക്കും കൊടുത്തു വിടുന്നത് ആ ഒരു സെയിം പാലപ്പവും അതുപോലെ തന്നെ ആ ഒരു കുറുമയും കൂടെയാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ആ പാലപ്പം അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മോനതൊന്ന് പീസാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ആൾക്കും ചിക്കൻ കുറുമയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോനതാ സ്നാക്സായിട്ട് ഓറഞ്ചാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ അതിൻ്റെ ശേഷം മക്കളൊക്കെ റെഡി ആയിട്ട്
അങ്ങനെ ഇതാ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരെ കൂടെ ഞാനും അവരൊന്ന് ബസ് കയറ്റാൻ വേണ്ടിയിട്ട് അവരെ കൂടെ ഞാനും കൂടെ ഒന്ന് പോവാണ്. ഇനി ബാക്കിയുള്ള പണികളൊക്കെ അവരെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് അധികം തിരക്കൊന്നും ഇല്ലാത്ത ക്ലാസ്സൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവരെ വിട്ടതിന് ശേഷം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അവരെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ അവരെ ബസ്സൊക്കെ കയറ്റി വിട്ടതിന് ശേഷം ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. ആദ്യം തന്നെ അകൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ഇതാ അകൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഡ്രസ്സുകൾ അലക്കാണ്ടായിരുന്നു, കുറച്ച് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹസ്ബൻഡിൻ്റെ ഷർട്ടും മക്കളെ യൂണിഫോമൊക്കെ കല്ലിലാണ് അലക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ അത് ഹസ്ബൻഡിൻ്റെ ഷർട്ട് ഞാൻ കുറച്ച് സമയം മുന്നേ തന്നെ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും മോൻ്റെ യൂണിഫോമും ഉണ്ട്, അതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടി നിന്നു. ഹസ്ബൻഡിൻ്റെ ഷർട്ട് ഞാനങ്ങനെ മെഷീനിൽ ഇടാറില്ല, ഞാനത് കല്ലിൽ തന്നെയാണ് ഇട്ട് അലക്കുന്നത്. ഹസ്ബൻഡിൻ്റെ മുണ്ട് അങ്ങനെ മെഷീനിലിടും. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഇതാ അലക്കലൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഇത് ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് ആ ഒരു ഉജാലേൻ്റെ സ്റ്റിഫ് ആൻഡ് ഷൈനിലൊന്ന് മുക്കി വെക്കണം കുറച്ച് സമയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് മുക്കി വെച്ചിട്ടുണ്ട്. അതിന് ബാക്കിയുള്ളതൊക്കെ ഒന്ന് അയലിട്ട് കൊടുത്തിട്ടുണ്ട്. നിസ്കാരക്കുപ്പായം അലക്കാണ്ടായിരുന്നു, അതും മോൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നു. നേരത്തെ നമ്മൾ അടച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ ആ തുടക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു നിലത്ത് ഇതാ ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരുപാട് കറ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ വരുന്ന സമയത്തേ ഇവിടെ ഉള്ളതാണ് കേട്ടോ, വാടക വീടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വരുന്ന സമയത്തേ ഉള്ളതാണ്. ഇങ്ങനെ നിലത്ത് ഒരുപാടുണ്ട് കേട്ടോ, അതുപോലെ എന്തൊക്കെയോ കറകൾ ഇങ്ങനെ ഉണ്ട്. ഞാനത് ഒരുപാട് കളഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പോകുന്നില്ല. അതിനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇതാ ഫുള്ളായിട്ടൊന്ന് ക്ലീനാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് അയയിലിട്ട് കൊടുത്തു. ഇനിയാണ് ഞാൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇന്നൊരു തട്ടിക്കൂട്ട് ലഞ്ചാണ് റെഡിയാക്കുന്നത്, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ലഞ്ചിന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കുന്ന സമയത്ത് ഇതാ കുറച്ച് ചേമ്പന്താണ്ട് ഉണ്ടായിരുന്നു, അതും വൻപയറും കൂടെ വെച്ചിട്ടൊരു കറി റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ചേമ്പന്താണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ ഒന്ന് 1/4 വേവിൽ എടുത്തിട്ടുള്ള വൻപയറും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ അതായത് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി അരിഞ്ഞിട്ടൊന്ന് വറവിട്ടെടുക്കാം. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു വൻപയറും അതുപോലെ ചേമ്പൻതണ്ട് അങ്ങനത്തെ കൂട്ടാനുകൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ എനിക്ക് വേറെ അതിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് അങ്ങനെ ചോറ് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടൊരു തട്ടിക്കൂട്ട് ലഞ്ചാണ് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ അതാ ഒരു പപ്പടം കൂടെ കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ അങ്ങനെയാണല്ലേ, ഒന്നും ഫുഡൊന്നും കഴിക്കാനും തോന്നില്ല, ഭയങ്കര ഒരു മടിയായിരിക്കും അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ളായിട്ടൊന്ന് ഫുള്ള് കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ അതിൻ്റെ ശേഷം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇന്ന് ലഞ്ച് ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ട് ലഞ്ചാണെന്ന്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു കൂട്ടാനും എടുത്തിട്ടുണ്ട്, പപ്പടവും അതുപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ ഒരു ഓംലെറ്റ് റെഡിയാക്കിയിട്ടുള്ളത് നമ്മൾ വറവിട്ടെടുത്ത ആ ഒരു പാൻ ഉണ്ടല്ലോ അതിലാണ് കേട്ടോ. എനിക്ക് അതിലിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം അതിൽ തന്നെയാണ് കേട്ടോ ഓംലെറ്റ് റെഡിയാക്കുന്നത്. പിന്നെ കാന്താരി മുളക് ഉപ്പിലിട്ടുണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് അച്ചാറും കൂടെ എടുത്തു. അങ്ങനെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം കേട്ടോ എനിക്ക്. അപ്പോൾ ഫ്രിഡ്ജ് നോക്കുമ്പോൾ അതായത് ഇതുപോലെ ഒരു ചെറിയൊരു ആപ്പിൾ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് അങ്ങനെ പുറത്തിരുന്നിട്ട് അത് കഴിച്ചു. ഇങ്ങനത്തെ ശീലം നിങ്ങൾക്കുണ്ടോ? എനിക്കത് ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കിട്ടണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്.
അങ്ങനെ അതങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് സമയമൊക്കെ അങ്ങനെ റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ മക്കൾ വരാനായിട്ടുണ്ട്. അപ്പോൾ ഈവനിങ്ങിന് അവർ വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഒന്ന് കുക്കറപ്പം റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയിലാണ് റെഡിയാക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 1/4 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഇതൊന്ന് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് മെൽറ്റായി വരണം. അതിനുശേഷം ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ശർക്കര പാനി ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു അപ്പത്തിന് നല്ല സോഫ്റ്റൊക്കെ കിട്ടുന്നത്. എന്നിട്ടിത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മാവ് കട്ടി പിടിക്കും. കാരണം നമ്മൾ ചൂടോട് കൂടിയിട്ടാണല്ലോ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. കുക്കറപ്പം എന്നോ കലത്തപ്പം എന്നൊക്കെ നമുക്കിതിന് പറയാം കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു മാവിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് മതി കേട്ടോ. ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബേക്കിംഗ് സോഡ ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്ത് കുക്കറിന് നല്ല ചൂട് വേണം കേട്ടോ. ഹൈ ഫ്ലെയിമിലായിരിക്കണം ഈ ഒരു സമയത്ത് വേണ്ടത്. നല്ല ചൂടായിരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് തുറന്ന് വെക്കണം. ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ 1 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് തുറന്ന് വെക്കാം. അതിനുശേഷം കുക്കറിൻ്റെ വിസിലെടുത്തിട്ട് വേണം കുക്കറിൻ്റെ അടപ്പൊന്ന് ഇതിന് മുകളിൽ അടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. വിസിൽ ഊരി മാറ്റിയതിന് ശേഷം ഇതൊന്ന് കുക്കറൊന്ന് അടിച്ചെടുക്കാം. കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അങ്ങനെതാ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിലിങ്ങനെ ബബിൾസ് വരും ആ ഒരു വിസിലിൻ്റെ ആ ഒരു ഭാഗത്ത്. എന്നിട്ട് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ഇങ്ങനെ ആവി വരും. ആ ഒരു സമയത്ത് നമുക്ക് കുക്കർ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വേണ്ടി നിന്നു. അതിനുശേഷം ആ ഒരു കുക്കറിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കുക്കറിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. അതുപോലെ ഇത് കരിഞ്ഞു പോവുകയോ അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു ഫ്ലെയിം നമ്മൾ കറക്റ്റായിട്ട് വെച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അതിന് നമുക്കിതാ ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ സൈഡൊന്ന് വെടിവെച്ചെടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് എടുക്കാം. പെട്ടെന്ന് കിട്ടും കേട്ടോ. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് കുക്കറിൽ നിന്ന് ഇത് വെടിയിച്ചെടുക്കാം. അങ്ങനെ കണ്ടോ അതിൻ്റെ സൈഡൊക്കെ ഒട്ടും കരിഞ്ഞു പോവുകയോ അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മക്കൾ വന്നിട്ടുണ്ട് കേട്ടോ സ്കൂൾ വിട്ടിട്ട്. അതിനതാ അതൊന്ന് കട്ട് ചെയ്തെടുത്ത് അതിനുശേഷം പിന്നെ ഞങ്ങളിതാ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല പോലെ തന്നെ ആരെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കലത്തപ്പം റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബായ്.